ആലപ്പുഴ മാന്നാറിൽ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കം. മാന്നാർ പുത്തൻപള്ളിയിൽ തങ്ങളുപ്പാപ്പയുടെ മഖാമിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ചീഫ് ഇമാം സഹലബത്ത് ധാരിമിയും കുരട്ടിക്കാട് മൊയ്തീൻ ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം നിസാമുദ്ദീൻ നയീമിയും പതാക ഉയർത്തി. കോട്ടയം നാട്ടകത്ത് ബൈക്കും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പാക്കിൽ സ്വദേശി ജോൺസൺ. തൃശൂർ മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ ടോറസ് ലോറി ബൈക്കിലിടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് കേരള വിഷൻ ഡിജിറ്റൽ സബ് ഡിസ്ട്രിബ്യൂട്ടറായ കോയിക്കൽ മീഡിയ ഓണാഘോഷവും ടെക്നിക്കൽ ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കങ്ങഴ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നാഷണൽ സർവീസ് സ്കീമിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മണർകാട് സെന്റ് മേരീസ് പള്ളിയിലെ നടതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചാണ് ചരിത്രപ്രസിദ്ധമായ നടതുറക്കൽ ശുശ്രൂഷ നടന്നത്. ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്നത് നിരവധി പേർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഓണത്തിന് ഒരു കൂട്ട പൂവ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നെയ്യാറ്റിൻകര MLA AK അൻസലൻ നിർവഹിച്ചു. പദ്ധതി നടപ്പിലാക്കുന്നത് നെയ്യാറ്റിൻകര നഗരസഭയുടെയും കൃഷിഭവന്റെയും മൂരാട്ടുകാല ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നേതൃത്വത്തിൽ. തൃശൂർ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണവിപണി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NO ബേബി അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം അരുവിക്കരയിൽ സ്കൂട്ടർ യാത്രികൻ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു. കാട്ടക്കട ആലമുക്ക് സ്വദേശി അനീഷ് SK മരിച്ചത്. കളത്തുക്കാൽ ഭാഗത്തേക്ക് വന്ന ലോറി മറികടന്നു പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കിന്റെ ഹാൻഡിൽ തട്ടി മറിയുകയായിരുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 10 വീടുകൾ നിർമ്മിച്ചു നൽകാനായി ജനകീയ തട്ടുകട ആരംഭിച്ചു. AIYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തട്ടുകട നിർമ്മാണം. പ്രശസ്ത സിനിമാ താരം ശ്രീരേഖ സന്ദീപ് തട്ടുകട ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ജീവനക്കാരൻ ക്ഷേത്രം ഗസ്റ്റ് ഹൌസിൽ ജീവനൊടുക്കി. മരിച്ചത് വയലാർ സ്വദേശി ഉണ്ണികൃഷ്ണൻ. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊല്ലം മഞ്ചലിയിൽ വയോജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. തൃശൂർ പുന്നപ്പറമ്പിൽ ഓണത്തോടനുബന്ധിച്ച് ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. പുന്നപ്പറമ്പ് ബാങ്കിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് TS ജോസഫ് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിലെ 174 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ. ജീവനക്കാർക്ക് ഭീഷണിയായ കെട്ടിടങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് പ്രതിപക്ഷം. കെട്ടിട നിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തൃശൂർ അതിരപ്പള്ളി റേഞ്ചിലെ കാലടി പ്ലാന്റേഷനിൽ രാജവെമ്പാലയെ പിടികൂടി. പാമ്പിനെ പിടികൂടിയത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ. 15 അടിയോളം നീളം വരുന്ന രാജവെമ്പാലയെ ഉൾവനത്തിൽ വിടാനൊരുങ്ങി വനപാലകർ.